ലോകം പലതരം മുറിവുകളിലൂടെ കടന്നുപോയപ്പോൾ സാഹിത്യം ഔഷധമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാറാ ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമായത്. പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ പരിച്ഛേദമാണ് ഈ സാഹിത്യോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയവും സാമൂഹികവുമായ നവചിന്തകൾക്ക് ചർച്ചകളിൽ അർഹമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രമാണ് സാഹിത്യോത്സവത്തിന്റെ ലക്ഷ്യം. മലയാളികൾക്ക് ഇതുവരെയില്ലാത്തൊരനുഭവമായിരിക്കും ഈ സാഹിത്യോത്സവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തിപരമോ സംഘടനാപരമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വിഷയ വൈവിധ്യം കൊണ്ടും ആശയങ്ങളുടെ കരുത്തുകൊണ്ടും മലയാളികൾക്ക് ഇതുവരെ ഇല്ലാത്തൊരനുഭവമായിരിക്കും ഈ സാഹിത്യോത്സവം എന്ന് ഉറപ്പുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി ആർ ബിന്ദുവും പ്രകാശനം ചെയ്തു. നടൻ പ്രകാശ് രാജ്, അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ, സെക്രട്ടറി അബൂബക്കർ, കലക്ടർ കൃഷ്ണതേജ, വിജയരാജ മല്ലിക തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി 3 വരെയാണ് സാഹിത്യോത്സവം. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 500ഓളം എഴുത്തുകാരും ചിന്തകരും സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.